റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവവിളി എന്ന് പറയുമ്പം അത് ദൈവം ക്രമീകരിച്ചത് തന്നെയാവണം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്, ഇത് എപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത്. ഒരു കുടുംബം നന്നാവുമ്പോൾ സഭ കൂടിയാണ് നന്നാവുന്നത്, കുടുംബം തകരുമ്പോൾ സഭ കൂടിയാണ് തകരുന്നത്. നമുക്കറിയാം, ലോകത്തിൽ മുഴുവനും ഒരു ബൈബിളിലെ വാല്യൂസൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ കുറെ കൂടിയും നല്ല സമൂഹങ്ങളായിട്ട് മാറും. ശരിക്കും പറഞ്ഞു ജെറമിയ 29:6 തിരുവചനം, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. ഇത് ദൈവം പ്രത്യേകമായിട്ട് ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും മാതാപിതാക്കന്മാര് മക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവരെ ആ വിളി ജീവിതത്തിലേക്ക് ഒരുക്കാനും അവരെ ആ വിളി ജീവിതം എപ്രകാരം അത് മുൻപോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് അവരെ ഒരുക്കുവാനുമുള്ള ഒരു കൃപാവരത്തിനായി മാതാപിതാക്കളും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഇന്ന് വിൻസെൻഷൻ വൈദികരായിട്ടുള്ള ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ കേരള കത്തോലിക്കാ സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കാം. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ കേരള കത്തോലിക്കാ സഭ ഉയർത്തെഴുന്നേൽക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന ഒരു പ്രതിസന്ധി ഈ നാളിൽ കണ്ടുവന്ന ഒരു കണക്കെടുപ്പിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഏകദേശം 2 ലക്ഷത്തോളം യുവതീ യുവാക്കന്മാർ പ്രായപൂർത്തിയായിട്ടും വിവാഹം നടക്കാതെ സീറോ മലബാർ സഭയിൽ തന്നെ ഇന്ന് കേരളത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ മലങ്കര കത്തോലിക്ക, ലാറ്റിൻ കത്തോലിക്ക, അല്ലെ മറ്റ് കത്തോലിക്ക വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ഡിനോമിനേഷനുകളിലുള്ള കത്തോലിക്ക അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ തന്നെ ഇതേ രീതിയിലുള്ള പ്രതിസന്ധികൾ ഒത്തിരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ വരെ ദൈവവിളി എന്നുള്ളത് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് പൗരോഹിത്യത്തിനായിരുന്നു. എന്നാൽ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പൗരോഹിത്യത്തോടൊപ്പം തന്നെ വിവാഹത്തിനും ഒരു ദൈവവിളി എന്നുള്ള നിലയിൽ പ്രാധാന്യം നൽകി തുടങ്ങി. ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് വിവാഹം എന്ന കൂദാശയ അതൊരു വലിയ ദൈവവിളിയാണ് എന്നുള്ള കാര്യമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി വിവരണമുണ്ട്. ദൈവമെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസം തൻ്റെ സൃഷ്ടികർമ്മത്തിന് മുൻപ് ഇങ്ങനെ പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. 27-ാം തിരുവചനത്തിൽ നമ്മൾ തുടർന്ന് കാണുന്നത്, അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും സംശയത്തോടുകൂടെ വീക്ഷിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. ആ കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, പുരുഷനും സ്ത്രീയും എന്നുള്ള കൂട്ടായ്മയിൽ. അതായത് ദൈവം വിവാഹം എന്നുള്ളൊരു ദൈവവിളിയെക്കുറിച്ച് അനാദിയിലെ പദ്ധതി ഒരുക്കിയിരുന്നു. തൻ്റെ സൃഷ്ടികർമ്മത്തിന് വേണ്ടിയിട്ട് ഈ ദമ്പതികളെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരുന്നു. ഇന്ന് വിവാഹം ഒരു വലിയ ദൈവവിളിയാണെന്നുള്ള ബോധ്യം നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലും ക്രിസ്ത്യൻ കുടുംബങ്ങളിലും അതുപോലെ തന്നെ ഈ കേരളക്കരയിലുമൊക്കെ നൽകുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വൈദികരെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ, ഫാദർ ജോസ് തയ്യിൽ, ഫാദർ ആൽഫിൻ മണവാളൻ, ഫാദർ ജോസഫ് ഓണാട്ട്. ഇന്ന് നമ്മൾ വിവാഹമെന്ന ദൈവവിളിയെക്കുറിച്ച് നല്ലവണ്ണം ഒന്ന് ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും വേണ്ടി ആഗ്രഹിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഡോക്ടറെ, ഇതിനെക്കുറിച്ച്. ദൈവവിളി എന്ന് പറയുമ്പം അച്ഛൻ തന്നെ സൂചിപ്പിച്ചു തുടക്കത്തില്, 2nd വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് വരെ ഈ ദൈവവിളി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ പൗരോഹിത്യം എന്നൊരു ചിന്തയാണ് വരുന്നത്, അല്ലെങ്കിൽ സന്യാസ ജീവിതം. ഇന്നും അങ്ങനെ ഒരു ചിന്തയുണ്ട്. ദൈവവിളി എന്ന് പറയുമ്പോൾ ആദ്യമേ മനസ്സിൽ വരുന്നത് അച്ഛനാകാനോ അതോ ഒരു സിസ്റ്റർ ആകാനോ ഒരു വിളിയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ സഭ പഠിപ്പിക്കുന്നതും ദൈവവിളി എന്ന് പറയുന്നത് 4 വിളികളുണ്ട്. അതിൽ 1 പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളി, 2 കുടുംബജീവിതത്തിലേക്കുള്ള ദൈവവിളി,
3 സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളി, 4 ഏകസ്ഥ ജീവിതം. അപ്പോൾ ഓരോ ദൈവവിളിയും അതിൻ്റെതായ പ്രാധാന്യവും അതിനുണ്ട്. പൗരോഹിത്യം പോലെ തന്നെ വിവാഹത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ഏകസ്ഥ ജീവിതത്തിനും പ്രാധാന്യമുണ്ട്, സന്യാസ ജീവിതത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ വിവാഹം എന്ന ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പം അച്ഛൻ സൂചിപ്പിച്ചു, സൃഷ്ടിയിൽ ആദ്യം ദൈവം തീരുമാനിച്ചതാണ് വിവാഹം എന്നുള്ളത്. അതായത് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇപ്പൊ പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, സ്ത്രീയെ കൊടുക്കുന്നു. അപ്പൊ വിവാഹം എന്നുള്ളത് ആദ്യം മുതലേ നിൽക്കുന്നതും ദൈവം സ്ഥാപിച്ചതുമായ ഒരു കാര്യമാണ്. അത് മനുഷ്യന്റെ ചിന്തയിൽ ഉണർന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് ദൈവവിളിയാണ്, ഒരു വിവാഹ ജീവിതത്തിലേക്ക് ദൈവവിളിയാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ദൈവവചനമാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 7-ാം അധ്യായം 17-ാം തിരുവചനം. അതിൽ പറയുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. അപ്പോൾ ദൈവം തന്നെയാണ് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയും ഏത് ജീവിത അന്തസ്സിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തി ദൈവം ആഗ്രഹിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ വിവാഹ ജീവിതത്തിലേക്ക് പോകണം. ഇനി മറ്റൊരു വ്യക്തി പൗരോഹിത്യത്തിലേക്കോ അല്ലെങ്കിൽ സന്യാസത്തിലേക്കാണോ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിളിയിലേക്ക് പോകണം. അവിടെയാണ് ദൈവം അവർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് കാര്യങ്ങൾ. ആ ദൈവവിളി തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് അച്ഛൻ സൂചിപ്പിച്ചു, ഏകദേശം 2 ലക്ഷത്തോളം യുവാക്കൾ ഇന്ന് വിവാഹിതരാകാതിരിക്കുന്നു. എന്തുകൊണ്ട് വിവാഹിതരാകാതിരിക്കുന്നു? അവർക്ക് അവരുടെ ദൈവവിളി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ? അതല്ലെങ്കിൽ ഇതൊരു ദൈവവിളിയാണെന്ന് മനസ്സിലാകുന്നത്. അതായത് വിവാഹം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, ഒരു 10-ാം ക്ലാസ് ഒക്കെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം, കുറച്ച് കഴിയുമ്പോൾ ആ ആഗ്രഹം പോകുന്നു. പിന്നെ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നു എനിക്കൊരു 10 വർഷം കൂടെ കഴിഞ്ഞ് വിവാഹം മതി. അപ്പൊ അത് മനുഷ്യന്റെ ബുദ്ധിയിൽ കിടന്ന് കളിക്കുന്ന ഒരു സാധനമായി. ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷനോ അല്ലെങ്കിൽ ഇത് ദൈവിക സംവിധാനമാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് നമ്മൾ പല മാനദണ്ഡങ്ങളും വെക്കും. ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ പ്രായം ഇത്ര പ്രായമാകുന്നതാണ് നല്ലത്. 2, എൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും മെച്ചപ്പെട്ടിട്ടാണ് ഒരു വിവാഹത്തിലേക്ക് നടക്കുന്നത് നല്ലത്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മാനദണ്ഡങ്ങളായിട്ട് വെക്കും. ഈ മാനദണ്ഡങ്ങൾ വെക്കുമ്പോഴുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇത് ദൈവവിളിയാന്നുള്ളത് മറന്നുപോകും. ദൈവവിളി എന്ന് പറയുമ്പോൾ അത് ദൈവം ക്രമീകരിച്ചത് തന്നെയാവണം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്, ഇത് എപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത്. അച്ഛനെന്ത് തോന്നുന്നു? അച്ഛൻ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഇതൊരു ദൈവ വിളിയാണെന്ന്. പലപ്പോഴും നമ്മളിത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിനായി എന്നെ ക്ഷണിക്കുകയുണ്ടായി ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാനായിട്ട്. അദ്ദേഹം അതിന് കല്യാണക്കുറി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ്, ഇതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യനെ വിവാഹമെന്ന കൂദാശയിലേക്ക് ദൈവം ക്ഷണിച്ചിട്ടുണ്ടാവണം. ഇതൊരു ദൈവ വിളിയാണ്, ദൈവമാണ് ക്ഷണിക്കുന്നത്. ഇതിനൊരു ഒരുക്കം നടത്തേണ്ടത് ഉചിതമാണെന്ന് തോന്നുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് വിഭാഗത്തിലേക്ക് പോകണം? എഞ്ചിനീയർ ആകാൻ പോകണോ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാൻ പോകണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗത്തിലേക്കാണോ പോകേണ്ടതെന്ന് യുവതീ മക്കള് തിരിച്ചറിഞ്ഞ് അതിലേക്കുള്ള ഒരു ഒരുക്കം ആരംഭിക്കും. നമുക്കറിയാം 30-25 വയസ്സ് മുതൽ ഏകദേശം ഒരു 70-80 65 വയസ്സ് വരെയാണ് നമ്മുടെ ഈ മക്കൾ ഈ ജോലി മേഖലയിൽ വേല ചെയ്യുന്നത്, ജോലി ചെയ്ത് സമ്പാദിക്കുന്നത്. ഈ ഒരു കാലയളവിൽ ജീവിക്കാനുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടി 10-ാം ക്ലാസ്സിന് മുൻപ് തന്നെ അവരുടെ മനസ്സിൽ ഒരു പദ്ധതി മെനഞ്ഞിട്ട് അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ എത്രയോ കൂടുതൽ ഒരുക്കമാണ് നമ്മുടെ ഈ വിവാഹമെന്ന കൂദാശയിലേക്ക് മക്കൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ ഒരുങ്ങി പുറപ്പെടേണ്ടത്. കാരണം എപ്പോൾ ദൈവം നമ്മളെ തിരിച്ച് ഈ ഭൂമിയിൽ നിന്നും വിളിക്കുന്നുവോ ആ ഒരു കാലയളവ് വരെ ഈ വിളി ജീവിതത്തോട് വിശ്വസ്തത പുലർത്താൻ വേണ്ട ഒരു ഒരുക്കം ആദ്യമേ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വരണം. ആ ഒരു ഒരുക്കം എത്രത്തോളം ഉണ്ട്, ഇതൊരു ദൈവീക പദ്ധതിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഈ ഒരു ചിന്തയോടുകൂടി, ദൈവവിളി എന്ന കൂദാശയോടുകൂടി ചേർത്ത്, വിവാഹം എന്ന കൂദാശയോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞു വെക്കേണ്ടതായിട്ട് തോന്നുകയാണ്. ഈ 2ാം വത്തിക്കാൻ കൗൺസിലില്, 2nd വത്തിക്കാൻ കൗൺസിലില് കുടുംബത്തെ കുറിച്ച് പറഞ്ഞ ഗാർഹിക സഭ എന്നാണല്ലോ. അതായത് സഭ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ കൂടി അംശം അവിടെ കിടപ്പുണ്ട്. ഒരു കുടുംബം നന്നാവുമ്പോൾ സഭ കൂടിയാണ് നന്നാവുന്നത്, കുടുംബം തകരുമ്പോൾ സഭ കൂടിയാണ് തകരുന്നത്. നമുക്കറിയാം ലോകത്തിൽ മുഴുവനും ഒരു ബൈബിളിലെ വാല്യൂസൊക്കെ
ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ കുറെ കൂടിയും നല്ല സമൂഹങ്ങളായിട്ട് മാറും ശരിക്കും പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ആ ഒരു ബോധ്യത്തോടുകൂടെ നല്ല കുടുംബങ്ങളും നല്ല വിവാഹ വിളികളും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളിലൊക്കെ. സാധാരണ നമ്മൾ പട്ടത്തിനിപ്പോൾ തിരുപ്പട്ടം എന്ന് പറയുന്നു, അതുപോലെ തന്നെ വിവാഹത്തിന് നമ്മൾ വിവാഹം എന്ന് മാത്രമേ പറയാറുള്ളൂ. തിരുവിവാഹം എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. അതൊരു വിശുദ്ധമായൊരു കാര്യമാണെന്നും അതിനാവശ്യത്തിന് ഒരുക്കം വേണമെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കണം. കാരണം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികളുണ്ടാകുന്നത്. അതായത് പൗരോഹിത്യ വിളിയും സമർപ്പിത വിളിയും മറ്റു കുടുംബ വിളിയും എല്ലാം ഉണ്ടാകുന്നത്. ഈ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഒരു അനുഭവം ഉണ്ടല്ലോ. അദ്ദേഹം സഭയുടെ സാന്നിധ്യം ഏറ്റെടുത്തതിന് ശേഷം വീട്ടിലേക്ക് തിരികെ വരവുണ്ട്. വന്നതിന് ശേഷം അദ്ദേഹം അമ്മയുടെ കരങ്ങളിലേക്ക് കൈവച്ചു കൊടുത്തിട്ട് അധികാര ചിഹ്നം മോതിരം ഇങ്ങനെ മുത്തിക്കുന്നുണ്ട്. ആ മുത്തിച്ച് കഴിയുമ്പോൾ അമ്മയുടെ മുമ്പിൽ അല്പം ഒരു കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചുകൂടി അഭിമാനത്തോടു കൂടിയാണ് കൈ വെച്ച് കൊടുക്കുന്നത്. അപ്പം അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ നിന്റെ കയ്യിൽ വരുന്ന ആ മോതിരം അത് വരുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പണിയെടുത്ത് തയമ്പിച്ച കയ്യിലേക്ക് ഇങ്ങനെ ക്ലാവ് പിടിച്ചൊരു മോതിരം അവിടെ കിടപ്പുണ്ട്. നിന്റെ അപ്പനും അമ്മയും വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിച്ചതിൻ്റെ ഫലമാണ് നിന്റെ കയ്യിൽ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന ഈ അധികാര ചിഹ്നം, ഈ മോതിരം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല പൗരോഹിത്യം ഉണ്ടാകുന്നത്, സമർപ്പിത വിളി ഉണ്ടാകുന്നത്, നല്ല കുടുംബങ്ങൾ ഉരുവാകുന്നത്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഒരു ഗാർഹിക സഭയാണ്. ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഈ ഒരു വിളി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്രമേൽ വൈശിഷ്ട്യം നിറഞ്ഞ വിശുദ്ധമായൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സമയമാണെന്ന് തോന്നുന്നു എനിക്ക്. ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പം അച്ഛനും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പൗരോഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കും നമ്മൾ നോർമലി ചിന്തിക്കുകയാണെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞൊരു പയ്യനാണ് പൗരോഹിത്യത്തിലേക്ക് സന്യാസത്തിലേക്ക് പോകുന്നെങ്കിൽ 12-14 വർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുക്കം അപ്പം തൊട്ട് തുടങ്ങി. ഒരു 12-14 വർഷത്തിന്റെ ഒരുക്കത്തിന് ശേഷമാണ് ഒരു പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അപ്പം ജീവിതകാലം മൊത്തമുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ഫോർമേഷൻ കൃത്യമായിട്ട് കുടുംബത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ചിലപ്പോൾ ഒരു ശരിയാണ്, ഇന്ന് യുവാക്കൾ ചിലപ്പം കോളേജിൽ പോകുമ്പം അട്രാക്ഷനൊക്കെ തോന്നി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അതിന് ഒരുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. മാതാപിതാക്കൾ അതിനുവേണ്ടി ഒരുക്കുന്നുണ്ടോ, അതിനുവേണ്ടി നല്ലൊരു ഫോർമേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കൂടുതലായിട്ട് ചിന്തിക്കുന്നത് വിവാഹം ആലോചിച്ച് തുടങ്ങുമ്പോഴായിരിക്കും. വിവാഹം ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുക. അപ്പം യഥാർത്ഥത്തിൽ ഫോർമേഷൻ സംഭവിക്കുന്നത് 1-2 വർഷം, ചിലപ്പോൾ അതുപോലും ഉണ്ടാവത്തില്ല. എന്നിട്ടാണ് ഈ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരുക്കം കൃത്യമായിട്ടുണ്ടോ. പിന്നെ ദൈവിക പദ്ധതിയാന്ന് പറഞ്ഞു. ദൈവിക പദ്ധതിയാണെന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ഞാൻ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവോ യുവതിയോ തെരഞ്ഞെടുക്കുകയല്ല, ഓക്കെ എനിക്ക് കുടുംബജീവിതത്തിലേക്ക് കടക്കണം എന്നുള്ളത്. ഇത് ദൈവിക പദ്ധതിയാകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ക്ഷണിക്കുകയാണ് അവരെ. ഞാൻ അത് തെരഞ്ഞെടുക്കുകയല്ല, ദൈവം ക്ഷണിക്കുന്നു ഒരു വ്യക്തിയെ, നിങ്ങളിതാ കുടുംബജീവിതത്തിലേക്ക് വരുന്നു. അപ്പൊ ആ ക്ഷണം സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം. എല്ലാ വിവാഹ ജീവിതവും അതല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം എന്നുള്ളത് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. അതുകൊണ്ടാണ് ദൈവിക പദ്ധതിയാന്ന് പറയുന്നത്. ദൈവം നമ്മളെ ക്ഷണിക്കുന്നു, നമ്മളത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിവാഹം ഒരു ദൈവവിളിയാണെന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ജെറമിയ 29:11. അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. ഇത് ജെറമിയ പ്രവാചകൻ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു കുറിപ്പാണ്. ഈ കുറിപ്പിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, ഈ പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ ആദ്യ ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ അടിമത്തത്തിലാണ്, നിങ്ങൾ പ്രതിസന്ധിയിലാണ്, എങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ജെറമിയ 29:6 തിരുവചനം, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. ഇത് ദൈവം പ്രത്യേകമായിട്ട് ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ പ്രവാസത്തിലായിരിക്കുന്ന ആ സഹോദരങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിലപ്പോൾ മറന്നുപോയി കാണും. കാരണം അടിമത്തത്തിലായതുകൊണ്ട് വിവാഹം കഴിച്ചാൽ എങ്ങനെയാകുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും. നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്, ഒന്ന് നല്ലൊരു സ്റ്റാറ്റസിലെത്തട്ടെ, അല്ലെ ഒരു വീട് പണിയട്ടെ, പെങ്ങന്മാരുടെ വിവാഹം കഴിയട്ടെ, ഇങ്ങനെയുള്ള എല്ലാവിധ പ്രതിസന്ധികളും മാറിയതിനു ശേഷം വിവാഹം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു യുവജനങ്ങൾ അവസാനം വിവാഹം കഴിക്കാനാകാതെ നിരാശയിലാണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഓർമ്മയിൽ വരുവാണ്. ഈ അമ്മ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ അമ്മ പറഞ്ഞ സങ്കടം ഇതാണ്, അമ്മ വിവാഹം കഴിച്ച് മകനും മകൾക്കും ജന്മം നൽകി ഒത്തിരി നാളാകുന്നതിന് മുൻപ് തന്നെ
ഈ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഈ 2 മക്കളെയും, ഈ മൂത്ത പയ്യനെയും ഇളയ പെൺകുട്ടിയെയും പഠിപ്പിച്ച് വളർത്തി അധ്വാനിച്ച് അവരെ ഒരു നിലയിലെത്തുവാൻ വേണ്ടി അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ മക്കൾക്ക് 2 പേർക്ക് ഈ അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നല്ലോണം അറിയാം. മകൻ മൂത്തതാണ്. അവനൊരു പ്രായപൂർത്തിയൊക്കെ ആയ സമയത്ത് അവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, അമ്മേ ഞാൻ വിവാഹം കഴിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു സാധ്യതകൾ അവന് തെളിഞ്ഞു വന്നായിരുന്നു. പക്ഷെ ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ അനിയത്തി ഇവിടെ നിൽക്കുകയല്ലേ, അവളുടെ വിവാഹം കഴിയട്ടെ, നമുക്കൊരു വീടൊക്കെ ആകണ്ടേ, അവൾ നല്ല നിലയിൽ എത്തിയതിനു ശേഷം നിന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞ് അമ്മ അന്ന് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ വീട് പണിതു, നല്ല നിലയിലെത്തി, പെങ്ങളുടെ വിവാഹം നടത്തി. അവസാനം ഒരു 35 വയസ്സൊക്കെ ആയപ്പം അമ്മ മകൻ്റെ വിവാഹം ആലോചിച്ചു തുടങ്ങി. ഈ സമയത്തുണ്ടായ പ്രതിസന്ധി എന്ന് പറയുന്നത് 36 വയസ്സായി, ഇവൻ്റെ വിവാഹം നടക്കുന്നില്ല. 37 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ അത് മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ പതുക്കെ നിരാശയിലായി. അതുവരെ നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് വീടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അമ്മയെ സ്നേഹിച്ച് പെങ്ങളോടുള്ള കടമകൾ നിർവഹിച്ച് നിന്നിരുന്ന ഈ നല്ല ചെറുപ്പക്കാരൻ പതുക്കെ പതുക്കെ ദുശീലങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി. മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും ഒക്കെ പോകാൻ തുടങ്ങി. ഇപ്പം അവന് 42 വയസ്സായപ്പോഴാണ് ഈ അമ്മ വരുന്നത്. വിവാഹം നടക്കുന്നില്ല, ഇവൻ്റെ വിവാഹം നടക്കാത്തതാണ് പ്രശ്നം. അതുകൂടാതെ ഇവൻ്റെ ഈ ദുശീലങ്ങൾ, ഇവൻ മദ്യപിക്കുന്നത് അമ്മയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേറെ അധ്വാനിച്ച ഒരു അമ്മയാണ്. പക്ഷെ അമ്മ അന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത്, അതായത് വിവാഹം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമയത്ത് വിവാഹം പ്രോത്സാഹിപ്പിക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിതം തന്നെ തകർന്നു. ഇപ്പം നല്ലൊരു ദൈവവിളിയെക്കുറിച്ച് 10-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞു. ഈ അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഇവൻ ഉയർന്നു വന്നു, ഒരു നല്ല ദൈവവിളി തിരഞ്ഞെടുത്തു. ഇതുപോലെ തന്നെ വിവാഹമെന്ന ദൈവവിളിക്കും വേണ്ടിയിട്ടും സമയാസമയങ്ങളിൽ മക്കൾക്ക് വേണ്ട ഫോർമേഷൻ കൊടുത്ത്, ബോധ്യങ്ങൾ കൊടുത്ത് സമയാസമയങ്ങളിൽ അവരുടെ വിവാഹം നടത്തുവാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ദൈവം വിളിച്ചപ്പോൾ ആ വിളി തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഒരു കുടുംബത്തിന്റെ കഥയാണ്. അല്ലെങ്കിൽ ആ വിളിക്ക് കൃത്യസമയത്ത് പ്രത്യുത്തരം നൽകാൻ സാധിക്കാതെ പോയ ഒരു കുടുംബത്തിന്റെ കഥയാണ്, സങ്കടമാണ് അച്ഛൻ ഇപ്പോൾ ഇവിടെ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഓർത്തു പോവുകയാണ്, സാമുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട് തിരുവചനത്തില്. സാമുവേൽ പ്രവാചകൻ ഒരു ബാലനായപ്പോൾ കർത്താവ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നിന്നും വിളിക്കുന്നുണ്ട്. സാമുവേൽ അതിന് മുമ്പിൽ കടന്ന് ഉറങ്ങുകയാണ്. സാമുവേലിന് വിളി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സാമുവേൽ ഓടുന്നത് ഏലി എന്ന് വിളിക്കപ്പെടുന്ന ആ പുരോഹിതന്റെ അടുത്തേക്കാണ്. പിന്നീട് 3-ാം വട്ടവും ഈ ഏലി പുരോഹിതന്റെ അടുത്തേക്ക് സാമുവേൽ അങ്ങനെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു വരുമ്പോൾ ഏലി എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതന് മനസ്സിലായി വിളിക്കുന്നത് തമ്പുരാനാണെന്ന്. അതുകൊണ്ട് തന്നെ 3-ാം വട്ടം ഏലി പുരോഹിതൻ പറഞ്ഞു വെക്കും സാമുവേലിനോട്, ഇനി നിന്നെ ആരെങ്കിലും വിളിച്ചാൽ ഇപ്രകാരം പറയണം, കർത്താവെ അരുൾ ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. ഇവിടെ മാതാപിതാക്കളുടെ വലിയൊരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാനാണ് ഞാൻ ഇപ്രകാരം ഒന്ന് സൂചിപ്പിച്ചത്. അവിടെ അമ്മയ്ക്ക് സാധിക്കാതെ പോയ ഒരു ബുദ്ധിമുട്ടുണ്ട്. മകൻ കൃത്യസമയത്ത് ആഗ്രഹം പ്രകടമാക്കിയപ്പോൾ ദൈവീക കൃപാവരം അവന് സ്വീകരിക്കാനുള്ള ഒരു വഴി തെളിയിക്കാൻ സാധിക്കാതെ പോയ ഒരമ്മ. അതുപോലെ തന്നെ ഇപ്പോഴും മാതാപിതാക്കന്മാര് മക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവരെ ആ വിളി ജീവിതത്തിലേക്ക് ഒരുക്കാനും അവരെ ആ വിളി ജീവിതം എപ്രകാരം അത് മുൻപോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് അവരെ ഒരുക്കുവാനുമുള്ള ഒരു കൃപാവരത്തിനായി മാതാപിതാക്കളും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ വിവാഹം എന്ന കൂദാശയോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും കൃപാവരത്തെ കുറിച്ച് പറയുമ്പം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് ഈ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ആ വിവാഹത്തെക്കുറിച്ച് പറയുമ്പം സ്ലീഹ പറഞ്ഞു വെക്കുന്ന ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഈശോ പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പം കേൾവിക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും, വിവാഹ ജീവിതം എങ്ങനെ നയിക്കാൻ പറ്റുമെന്ന് പറയുമ്പം ഈശോ പറയുന്നത്, കൃപ ലഭിച്ചവർക്കേ അത് സാധിക്കുള്ളൂ. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു കൃപയാണ്. ആ കൃപ ലഭിക്കാത്തവർക്ക് വിവാഹ ജീവിതം നയിക്കാം. അപ്പൊ ആ കൃപ സ്വീകരിക്കേണ്ട ഒരു സമയമുണ്ട്. അത് എൻ്റെ ഇഷ്ടമല്ല, എനിക്ക് ഇന്ന പ്രായത്തിൽ എത്തുമ്പം ആ കൃപ സ്വീകരിക്കാം. അല്ല, കൃപ ദൈവമാണ് തരുന്നതെങ്കിൽ ദൈവത്തിനറിയാം കൃപ എപ്പോൾ തരണമെന്ന്. അപ്പോൾ നമ്മുടെ മാനദണ്ഡങ്ങളല്ല, അച്ഛൻ പറഞ്ഞതുപോലെ ആ അമ്മ വെച്ച മാനദണ്ഡങ്ങളുണ്ട്. പെങ്ങളുടെ കല്യാണം കഴിയട്ടെ, പ്രായപൂർത്തി, എല്ലാം നമ്മൾ കുറെ മാനദണ്ഡങ്ങൾ വെക്കുമ്പം കൃപ ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. ഇന്ന് പലപ്പോഴും പല മാനദണ്ഡങ്ങളും വെക്കുന്നത്, 1 പഠനത്തിന്റെ മേഖല, വിദ്യാഭ്യാസം, 2 സാമ്പത്തിക സ്ഥിതി, സ്റ്റാറ്റസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ മാനദണ്ഡങ്ങൾ വെക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഒരു അമ്മ, ചിലപ്പോൾ ചില അമ്മമാര് അല്ലെങ്കിൽ അപ്പന്മാര് പറയുന്നത് കേൾക്കാം, എൻ്റെ മകൻ ഒരു നല്ല അച്ഛനാകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സന്യാസിയാകാൻ വേണ്ടി കുഞ്ഞിലേ തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു മാതാപിതാക്കൾ, ഇപ്പം അച്ഛൻ മാതാപിതാക്കളുടെ വലിയ കടമയെക്കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കള് മനസ്സിലാക്കണം, എൻ്റെ മകനോ മകൾക്കോ ഉള്ള വിളി എന്താണെന്നുള്ളത് മനസ്സിലാക്കി
അന്ന് മുതൽ ഓക്കെ വിവാഹ ജീവിതത്തിലേക്കാണ് എൻ്റെ മകനോ മകളോ കടക്കേണ്ടത്, സന്യാസ ജീവിതം താല്പര്യമില്ല എന്ന് മനസ്സിലാകുകയാണെങ്കിൽ അപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പോൾ ഇത് ദൈവവിളിയാണെങ്കിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, അപ്പോൾ ഒരു യുവാവും യുവതിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ മാനദണ്ഡമാണെന്നുള്ളത് പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥനയോടെ തിരഞ്ഞെടുക്കേണ്ട ഒരു വിളിയാണ് വിവാഹ ജീവിതം. ആ പ്രാർത്ഥന ആരംഭിക്കേണ്ടത് വിവാഹം ആലോചിച്ചു കൊടുക്കുമ്പോഴല്ല, ബുദ്ധി ഉറച്ചു കഴിയുമ്പോൾ തൊട്ട്, 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട്, നമ്മൾ മെഡിസിന് പോകണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പോൾ തൊട്ട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം, ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കണോ വേണ്ടയോ. ജോസ്റ്റൻ പറഞ്ഞോടുകൂടി ചേർത്ത് യുവജനങ്ങളുടെ മനസ്സിലിരിക്കാനായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെ ഒരുക്കത്തിന്റെ കാര്യം കുറിച്ച് പറഞ്ഞത്. നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു സഭയിൽപ്പെട്ട വിൻസെൻഷൻ സഭയിൽപ്പെട്ട ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യം. അച്ഛൻ 2 പെങ്ങന്മാരാണ്. അതിലൊരു പെങ്ങള് അവള് 14ാമത്തെ വയസ്സെത്തിയപ്പോൾ ഒരു ധ്യാനം കൂടിയപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾ വിവാഹ ജീവിതമാണെങ്കിലും സമർപ്പിച്ച ജീവിതമാണെങ്കിലും പ്രാർത്ഥിച്ചു വരുക വിളി തിരിച്ചറിയാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാണ് നിങ്ങളുടെ വിളി ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, മനസ്സിലൊരു തോന്നൽ അങ്ങനെ തോന്നുന്നു, ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ 14ാമത്തെ വയസ്സ് മുതൽ 15ാമത്തെ വയസ്സ് മുതൽ ആ പെൺകുട്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ ഒരു കൃത്യ ഒരു 24-25 വയസ്സൊക്കെ ആയപ്പോൾ കല്യാണം നടക്കും, 25-26 അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, അച്ഛൻ പറഞ്ഞ കാര്യം അത്, അവൾ ആഗ്രഹിച്ചതിനേക്കാൾ ദൈവം അനാദി മുതൽ ഒരുക്കിയതാണെങ്കിൽ പോലും കുറെ കൂടിയും അവൾ ആഗ്രഹിച്ചതിനേക്കാൾ ക്വാളിറ്റിയും കുറെ കൂടിയും കൃപകളും അനുഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ് ദൈവം ചേർത്ത് വെച്ചതെന്ന്. അതായത് പ്രാർത്ഥനയ്ക്ക് ഒരുക്കത്തിന് വലിയ ആവശ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പൗരോഹിത്യത്തിനാണെങ്കിലും ഒരു 6 മാസമൊക്കെ ഒരു കൊല്ലമൊക്കെ നോമ്പെടുത്താണ് ഒരുങ്ങുന്നത്. അത് പൗരോഹിത്യമാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമാണ്, അത്രമേൽ പ്രാധാന്യമുള്ളതാണ് വിവാഹ ജീവിതവും. ഒരുക്കവും വേണം എന്നുള്ളത് നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. നമ്മളത് പറഞ്ഞു പഠിപ്പിക്കുകയും മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ പറഞ്ഞ ആ യുവതി ആദിയിൽ ദൈവം തീരുമാനിച്ചത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു പാട്ടുണ്ടല്ലോ, ആദിയിൽ അഖിലേശൻ. നമുക്ക് ആ പാട്ടോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡിന്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടാ, അവനൊരു തുണയുണ്ടാ. ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടാ, അവനൊരു തുണയുണ്ടാ. ഇരുമയല്ലവരീ ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നെന്നും വാഴണമെന്നെന്നും. ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവൻ പൂർണ്ണനാകുന്നത് അവനോടുകൂടെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ്. പൗരോഹിത്യ ദൈവവിളിയിൽ ഈശോ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. എന്നാൽ വിവാഹ ദൈവവിളിയിൽ ഒരു പുരുഷന് ദൈവം സ്ത്രീയെയും സ്ത്രീക്ക് ദൈവം പുരുഷനെയും അനാദി മുതലേ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ വിവാഹത്തെക്കുറിച്ച് തെറ്റായ ധാരണ പുലർത്തുന്നവരും, അല്ലെന്നുണ്ടെങ്കിൽ വിവാഹം വേണ്ട എന്ന് വെക്കുന്നവരും, അതേപോലെ തന്നെ വിവാഹ തടസ്സം നേരിടുന്ന യുവതി യുവാക്കന്മാരും, ഇവരെയെല്ലാം നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും, വൈകിയാണെങ്കിലും ദൈവീക പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ നിറവേറത്തക്ക രീതിയിൽ തുറന്ന ഒരു മനസ്സ് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ, നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ, നമ്മുടെ ദേശം അനുഗ്രഹമായിട്ട് മാറട്ടെ. റേമയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡുകളിൽ വിവാഹമെന്ന കൂദാശയെക്കുറിച്ചും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ ശ്രവിച്ച നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.